നാട്ടിൽ ചെന്ന് ഇനി മൊത്തം വ്ളോഗ് ചെയ്യണമല്ലോ. ഞാൻ നാട്ടിൽ ഡ്രോണൊക്കെ കൊണ്ടുപോയി. ഇതൊക്കെ സിദ്ധത്തോട് പിടിക്കണം. ഡ്രോൺ ഞാൻ പറത്തി ഞങ്ങളുടെ 6ന്റെ മടക്കൂടെ കൊണ്ട് പറത്തി. ഇത് പോയി ഇടയ്ക്ക് ഒരു മരത്തിൽ തന്നെ പോയി ഞാൻ കയറി. എന്റെ കൺട്രോൾ വിട്ടുപോയി. എങ്ങനെയാ മരത്തിന്റെ മണ്ടേ പോയി കയറി. പിറ്റേ ദിവസം ഒരുത്തിന് 1000 രൂപ കൊടുത്തിട്ട് അത് കിട്ടി. പക്ഷെ അപ്പോഴത്തെ കാലം കൈയൊക്കെ ഓടിക്കാണ്. ഒന്നും പറ്റിയില്ല. വന്ന് ഞാൻ വീട്ടിൽ നിന്ന് പറത്തി. കുഴപ്പമില്ല. ഒരു അതിന്റെ ഇത് ഫാനിന്റെ ലീവ്. ഈ വലിയ ബ്ലോഗറാണ് സുജിത് ഭക്തൻ എന്ന് പറഞ്ഞേ. പുള്ളി തുടക്കത്തിൽ ഇത് മൊത്തം അങ്ങനെ എടുക്കണം ഇങ്ങനെ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ ഇതിലൊക്കെ മേടിച്ചു. പുള്ളിക്ക് മനസ്സിലായി ഇത് പുള്ളിയെ കൊണ്ട് പറ്റുന്ന പരിപാടി. പുള്ളി പിന്നെ ഒരിക്കലും ഡ്രോൺ ഇട്ടുള്ളൊരു പടം ഇടാറില്ല. കാരണം ഈ എയർപോർട്ടിലൊക്കെ ഇത് പാസ് ചെയ്ത് കൊണ്ടുപോയി ബാഗിൻ്റെ അത് എല്ലായിടത്തും ഡ്രോൺ കൊണ്ടുപോയി ഒരു പടം എടുക്കാൻ ചെല്ലുമ്പോഴത്തേനോ എന്തെങ്കിലുമൊക്കെ ഞാൻ പറ്റിയാണ് സുഹൃത്തുക്കൾ എടുക്കുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ കുറേ എടുത്തു. പക്ഷെ നല്ലതായിട്ട് എടുക്കാൻ നോക്കുമ്പോൾ ഒന്നും വേദന ശരിയല്ല. നാട്ടിലെ മഴ കാറ്റ് കാലാവസ്ഥ ശരിയല്ല. ഈ മരത്തെ തങ്ങും അതെ ഈ നമ്മുടെ മല്ലു മലയാളി ഉണ്ടല്ലോ, മല്ലു അവൻ്റേത് ഇതുപോലെ ഒരു തവണ മരത്തെല്ലാം കണ്ടുപോയി. ഇവിടെ ഇപ്പം വടംവലിയുടെ ഷിക്കാഗോയിൽ വലിയൊരു ഇതുണ്ടായിരുന്നു. വടംവലി ഇന്റർനാഷണൽ അതിന്റെ ഏറ്റവും വലിയ ടൂർണമെന്റ്. അതിനിപ്പോ വടം വലിച്ച് നിങ്ങളുടെ അവിടുന്ന് കഴിഞ്ഞു. നിങ്ങളുടെ ടീം പെമ്പിളാരുടെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ആളുകൾ ഹൂസ്റ്റൺ ജയിച്ചെന്ന് തോന്നുന്നു. ഹ്യൂസ്റ്റൺ ആയിരിക്കില്ല, കാനഡക്കാരോ നല്ല വലിയക്കാരുണ്ട്. എന്നാ കാനഡക്കാരെ കൊണ്ടുപോയത്. കാരണം ഹ്യൂസ്റ്റണിലും വരാൻ വടംവലിയാണ്. ഞാൻ കുറെ പിടിച്ചായിരുന്നു. ഞാൻ ഡ്രോൺ ഷോട്ട് എടുത്തേ. കുറെ കഴിഞ്ഞപ്പോ ഇത് എവിടെ പോയി വലിയ ഇലക്ട്രിക് ലൈൻ എന്റെ സൈഡിലുണ്ടായിരുന്നു. അത് നമ്മളെ കളയും. സിഗ്നൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ ഓട്ടോമോടി പോകും. ഓട്ടോമോടി പോയി കഴിഞ്ഞാൽ ഇത് പോയിച്ച് വന്ന് ലാൻഡ്. ഞാൻ പ്രാർത്ഥിക്കുക ഇത് എവിടെ പോയത്. എന്നിട്ട് ലാൻഡ് ചെയ്തേ. കുറെ കഴിഞ്ഞപ്പോൾ സാധനം താണു വരുന്നത്. എന്റെ ദൈവമേ വല്ലവന്റെ മണ്ടയ്ക്ക് പോയി. കാരണം ഈ ഫാനൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ അയ്യോ എന്തായാലും പറ്റി. ഞാനത് അതെവിടെ പോയി ലാൻഡ് ചെയ്തെന്ന് അറിയാമോ? ആ വടം വലിക്കുന്ന ആ ഫ്ലോറിലോട്ട്. കാരണം അവിടുന്ന് ആയിരിക്കും ബിഗിൻ ചെയ്ത്. അതിന്റെ ഡിഫോൾട്ട് പോയിന്റ് അതായിരുന്നു. അല്ല ആളുടെ ദേഹത്ത് ഒന്നും മുട്ടി. ഞാൻ ഓടിപ്പോയി ഇതിനെ താണു വരുന്ന കണ്ടപ്പോഴേ ഞാൻ പുറത്ത് കൈ പിടിക്കാന്ന് കണ്ട് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ ഇത് ആളുടെ ദേഹത്ത് മുട്ടാതെ ഏതായാലും തറയിൽ തന്നെ പോയിരുന്ന. അവിടെ നിന്നവര് പോലും അറിഞ്ഞില്ല സംഗതി വന്ന് താഴ്ന്നു. അവരതിന്റെ ആ സ്പിരിറ്റിലായിരുന്നു. വല്ലവന്റെ ദേഹത്ത് ഭയങ്കര പേടിച്ച. ഇനി ഞാൻ ഓർത്ത് മേലെ ആൾക്കൂട്ടത്തിൽ വാർത്ത ചെയ്യുന്നു. തന്നെയല്ലേ യൂറോപ്പിൽ ഈ ബ്ലോഗേഴ്സ് ഒക്കെ പറയോ ഒത്തിരി സ്ഥലത്ത് റെസ്ട്രിക്റ്റഡ് ആണ്. ഇവിടെ ഉണ്ട് പ്രത്യേകിച്ച് എയർപോർട്ടോളം നമുക്ക് അവരുടെ ഇതില്ല പറ്റില്ല, ലൈസൻസ് ഇല്ല നമുക്ക് പറ്റുകയില്ല. ഇന്നലെ ഈ ഒരു സെൽഫി സ്റ്റിക്ക് ഉണ്ടല്ലോ, ഇത് ബാഗ് കൊണ്ടു നടക്കുന്ന സാധനമാണ്. ഇത് ഷൈനയുടെ ബാഗിലായിരുന്നു. അവരുടെ സ്ക്രീനിൽ ഇത് പോക്കറ്റ് കത്തിയാണെന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? അവര് ഷൈനയോട് പറഞ്ഞു ഡോണ്ട് ടച്ച് മാറിയാ പറഞ്ഞു. എന്റെ ബാഗിലും അല്ലല്ലോ, അവിടെ ബാഗിലാണ്. ഷൈനി പേടിച്ചു. നമ്മൾ ഈ ബാഗ് ഞാൻ കൊണ്ടുവന്ന ആ ബാക്ക് പാക്ക് നമ്മൾ ഈയിടെ CSI കോൺഫറൻസിന് പോയപ്പം കൊണ്ടുപോയായിരുന്നു. ഇനി വല്ല ആപ്പിൾ മുറിക്കാനോ വല്ല ഞാൻ വല്ല കത്തി അതിൻ്റെ അകത്ത് വെച്ചോ തപ്പിയപ്പം കിട്ടാൻ ഞാൻ പേടിച്ചു. അവർ പറയുന്നത് നിങ്ങളുടെ കത്തി ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. ഒരു സാധനം ഇല്ല. അവസാനം അവർ ഇത് ആദ്യം എടുത്തു, ഇതല്ല എന്ന് പറഞ്ഞ് ലേഡി മാറ്റി വെച്ചു. എന്നിട്ട് അതിൻ്റെ ഓഫീസറെ വിളിച്ചോണ്ട് വന്നു. അയാൾ വന്ന് എല്ലാം നോക്കിയിട്ട് അവിടെ എല്ലാ ചെറിയ പേഴ്സും വലിയ പേഴ്സ് പാസ്പോർട്ടിൻ്റെ കോപ്പി അതെല്ലാം നോക്കിയിട്ട് അവസാനം പിന്നെയും വീണ്ടും ഇത് പൊക്കി. അപ്പോൾ ആ ഓഫീസർ പറഞ്ഞു, അപ്പോൾ ഞാൻ പറയുന്നുണ്ട് സെൽഫി സ്റ്റിക്കാണ്. അപ്പം പുള്ളി ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നോക്കിയിട്ട് പറഞ്ഞു ഇതിന് പ്രോബ്ലം ഇല്ല എന്നാണ് തോന്നുന്നത്, നീ പൊയ്ക്കണം പറഞ്ഞു. ഇനി ഇത് കാരണം ഇത് ഹാൻഡിയാ, പോക്കറ്റിൽ കിടന്നോളൂ. നമുക്ക് പെട്ടെന്നൊന്നേ കാരണം ക്യാമറ പിടിച്ചോണ്ട് വന്നാലുണ്ട് തട്ടി താഴെ പോകും. കൈ ഫ്രീ ആവും. നമുക്ക് സ്റ്റഡി ആയിട്ടൊന്ന് ഈ ഗിംബലിനല്ല ഗുണം. ഗിംബലിങ്ങനെ ഒത്തിരി കുഴപ്പമില്ലേ, ഷെയ്ക്കൊന്നും അല്ല. അത് തന്നെ ഓട്ടോമാറ്റിക് ആകും. ഷെയ്ക്ക് ഇത്രയും പിക്ചർ സ്റ്റഡി ആവും അല്ലേ? സ്റ്റഡി. എൻ്റെ കയ്യിൽ ചെറിയൊരു ഗിംബൽ ഉണ്ടായിരുന്നു. പക്ഷേ ഷിക്കാഗോ റിവർ ആകട്ടോ, നല്ല ഷോട്ട് കിട്ടും. ട്രംപ് ബിൽഡിംഗ് അപ്പുറത്തുണ്ട്. അവന്റെ ടവർ കാണണ്ട, നല്ല ഹൈറ്റാ. അതൊക്കെ പോയി. പുള്ളിങ് ഒത്തിരി കച്ചവടത്തിലൊക്കെ ഒത്തിരി പോയി. സൂര്യ
എൻ്റെ കിരീടം. ന്യൂയോർക്കിലെ ട്രംപ് ടവർ തന്നെ നല്ല high class. അവൻ പ്രൈം പോയിന്റിലെല്ലാം ഇത് സിറ്റി മെട്രോ ബസ്സാണ് അല്ലേ? സിറ്റി ബസ് ലെഫ്റ്റ് ഓ കോർണറിലുണ്ടാ. അതിന്റെ ട്രെയിനും ഉണ്ട്. സിറ്റി ട്രാൻസ്പോർട്ട്, ഷിക്കാഗോ ട്രാൻസ്പോർട്ട് അതോറിറ്റി ഓക്കെ ഓക്കെ. സിറ്റിയെ ഫിലാഡൽഫിയയിലുണ്ട്, അത് സെപ്റ്റ എന്നാണ് പറയുന്നത്. സെപ്റ്റ അവരുടെ സിറ്റി ഫിലാഡൽഫിയ. സെപ്റ്റയുടെ മെട്രോയും ബസ്സിനകത്തോട്ട് വലിച്ചോണ്ട് നടക്കുന്ന അതെ അതെ. ഡ്രൈവർമാരെ സമ്മതിക്കും. എനിക്ക് ജോലിക്ക് വന്നപ്പോൾ ഇവിടെ വലിയ ആഗ്രഹമായിരുന്നു അമേരിക്ക വന്നപ്പോൾ ഇതിന് ഡ്രൈവർ നല്ലത് ഗവൺമെന്റ് ജോബുമായിരുന്നു. പക്ഷെ പിന്നെ അങ്ങ് പഠിച്ചങ്ങ് എൻ്റെ ലൈനിൽ ജോലി കിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങ് അതെ അതെ. ഉച്ചയ്ക്ക് ആയപ്പോഴത്തേന് എന്താ ആളാ ഷൈനി നോക്കിയാൽ ഡൗൺ ടൗൺ കാണാൻ വന്നിരിക്കുന്ന ആൾക്കാരെ കണ്ടോ? അത് ഇവിടെ ടൂറിസ്റ്റുകൾ നല്ലവരുണ്ട് കേട്ടോ. ഇതിന്റെ ട്രംപിന്റെ ട്രംപ് ടവർ. വാ, ഇത് ദുബൈയിലെ ബുർജ് ടവർ പോലിൻ്റെ ഒരു റിവറിന്റെ താഴെയാന്ന് വെച്ചു. ചിക്കാഗോ വെസ്റ്റേൺ ട്രംപ് ടവർ. വാ വാ, നേരെ % ആയില്ലേ ഉള്ളു, അത്ഭുതം. This is the biggest Trump Tower, Chicago River Line. It's a city of beauty. ഇത് ഹിസ്റ്റഡ് പോലെ നല്ല ഷൈനി. It is far far bigger. എയർപോർട്ട് അത്രയും വലുത്. പിന്നെ നമ്മളതിൻ്റെ ഡൗൺ ടൗൺ എടുത്താലും ഇത്ര ഇങ്ങനൊന്നും പോരാ. അതിന്റെ ഇപ്പുറത്തെ ബിൽഡിംഗ് ആണോ? അതും ഭയങ്കര ആർക്കിടെക്ചർ അല്ലേ? ഫ്ലവർ പോലെ അതൊരു നമ്മുടെ നാട്ടിലെ ഈ ഇഡ്ഡലി പാത്രം വെച്ച എനിക്കത് ഫ്ലവർ പോലെ. അത് കാറ് പാർക്ക് ചെയ്ത് അതെ അതെ, അത് ഇഡ്ഡലി പാത്രം, ഇഡ്ഡലി തൊട്ട് തമിഴന്മാര് അടുക്കി വെച്ച പോലെ ഉണ്ട് ഓരോ കപ്പിലും. റിവറിന്റെ സൈഡ് ഉണ്ടല്ലോ ഇങ്ങനെ ബോക്കിങ്. ഇത് ഇഡ്ഡലി പാത്രമല്ലേ? ഇഡ്ഡലി ബിൽഡിംഗ് എന്ന് വിളിച്ചാൽ മതി. ശരി, ഇത് ഫ്ലവർ ഏത് രീതിയിലാണ്? നല്ല ആണല്ലേ? ആമ്പൽപ്പൂ. അല്ലല്ല, നമ്മുടെ ഇന്ത്യയുടെ ഫ്ലവർ ഏതാ? താമരപ്പൂ. അതിന്റെ ലീഫായിരിക്കും പീറ്റിനോ. അല്ല, റോസപ്പൂന്റെ മോളിൽ നോക്കിയാൽ ചിലപ്പോ അങ്ങനെ ചിലപ്പോ തോന്നാ. മോളി ഫ്ലാറ്റ് അല്ലേ? അല്ല, എന്നാലും ആ സർക്കിൾ വണ്ടി പുറകെ ഇറങ്ങുന്നുണ്ട്. വണ്ടി പുറകെ ഇറക്കിയിട്ടിടാവുന്ന രീതിയിലാണ്. പക്ഷെ അങ്ങനെ പാർക്ക് ചെയ്താൽ നമുക്കൊരു പേടി പോലില്ലേ, പുറകോട്ട് വീണു. അല്ല, ഒരു റിവേഴ്സിലൊന്ന് തട്ടിയാൽ റിവേഴ്സിലൊന്നും തട്ടിയാൽ പോരും. കമ്പി ഉണ്ടോ അവിടെ? ഫെൻസ്? മൊത്തം പാർക്കിംഗ് ആണോ? അല്ലല്ലോ, മൊത്തം ബിൽഡിംഗ് പാർക്കിംഗ്. അപ്പാർട്ട്മെന്റ് ആണോ? ഹോട്ടലൊക്കെ കാണും അല്ലേ? താഴെ ഹോട്ടലുണ്ട്, അതേ ആൾക്കാരിക്കും. റിവറിന്റെ സൈഡ്. ഓ, താഴെ ഏറ്റവും ലോ ഫ്ലോർസിലെ. ആ നടുക്ക് കണ്ടോ എം ടി സ്പേസ് കൊടുത്തിരിക്കുന്നത്? ഒരു ഫ്ലോർ കംപ്ലീറ്റ് അവർ എം ടി സ്പേസ് പോലെ. നല്ല അവരുടെ ഇതിൻ്റെ ഇതൊക്കെ ഈ എയർ കണ്ടീഷൻ സിസ്റ്റംസ് ഒക്കെ വെക്കുന്ന. വെള്ളമുണ്ട്. വെള്ളം ഞാൻ കുടിച്ചിട്ട് അതിന്റെ പകുതി ഇങ്ങനെ പറഞ്ഞ പൊട്ടിച്ചോ. താഴെ പോയി. വീണ് പോവല്ലേ? എന്റെ ആ കവറിലിട്ട്. ഷിക്കാഗോ സിറ്റി ഹൃദയഭാഗങ്ങളാണ്. ഈ സെയിൽസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു പുതിയ കമ്പനിയാണ്. കമ്പ്യൂട്ടറിന്റെ ഒരു വലിയ ഇനി പാലമെല്ലാം ഇങ്ങനെ ഉണ്ടല്ലോ, വലിയ ബോട്ട് വരുന്നുണ്ട് ഇങ്ങനെ പോകുന്നു. ഹാഫ് ആർച്ച് അല്ലേ? ഓ, അപ്പുറം ഉണ്ട്. ഇതിന്റെ മിനി കോപ്പിയാ കുട്ടനാട്ടിൽ മുഴുവൻ. അവിടെ എല്ലാം ആ ബോട്ട് വരുമ്പോഴത്തേന് ആൾക്കാർക്ക് പൊക്കി കൊടുക്കുമല്ലോ. അങ്ങനെ പല പാലങ്ങളും ഉണ്ട്. ഈവൻ നമ്മുടെ സർവീസ് നടത്തുന്ന ബോട്ടുകൾ വരുമ്പം പോലും പൊക്കി കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. കാരണം സ്ട്രോങ് ആയിട്ടുള്ള ബ്രിഡ്ജ് പണിയാനുള്ള പൈസ ആയില്ല.
ഇതൊക്കെ എത്ര വെയിറ്റായി ഇതെന്ന്. അത് താക്കുന്നുണ്ട് ഇല്ലേ, ചിരിച്ചിരി പോകുന്നില്ലേ? യാ, ട്രംപ് പറഞ്ഞു കാണും താക്കാൻ. കപ്പല് പോകാനായിരിക്കും. അല്ല, അത് ക്ലോസ് ചെയ്യാടി, അടയ്ക്കുക ആൾക്കാർ വന്നപ്പോൾ പൊങ്ങിയതാ. ആ, രാവിലെ 10 മണിയായപ്പോൾ തുറക്കണ്ട. ഇതൊരു ലേഡിയുണ്ട് അവിടെ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നേ. ഇതുപോലെ ഒരു ആക്സിഡൻറ്റ് നടന്നു. കാറുകളെല്ലാം പോയി അപ്പുറം ഇപ്പുറം ഇല്ലാത്തപ്പോഴാണ് ഇത് പൊക്കേണ്ടത്. അവള് അപ്പുറം ഫ്ലാഗ് കാണിച്ചെന്നാണ് പറയുന്നത്. പക്ഷേ അതിൽ കാറുണ്ടായിരുന്നു. അവൾ ലാസ്റ്റ് മിനിറ്റ് ക്രോസ് ചെയ്യുന്ന പോയിന്റിലാണ് ഇവിടെ പൊക്കുന്നത്. നേരെ തലം കുത്തി വെള്ളത്തിൽ പോയി. അവൾ ചത്തുപോയി. എന്നാ സ്യൂ വന്നതെന്നറിയാം. കാരണം ഒരിക്കലും സംഭവം മേളിലാണുണ്ട്. അവരാ ഫ്ലാഗ് കാണിക്കുന്നുണ്ടേ. തിരിച്ചു പോക്കുക. അതേ പറഞ്ഞല്ലോ, ഓർഡർ തെറ്റിപ്പോയി. ഇതാണ് ആമസോൺ റിട്ടേൺ എന്ന് പറയുന്നത്. തിരിച്ചു വിളിച്ചു. ഭയങ്കര മൂഡിലായി. ആമസോൺ റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഇതാണ്. സാധനം ഇഷ്ടപ്പെട്ടില്ല, റിജക്ട് ചെയ്ത്. ഈയിടയിൽ ആമസോണിൽ വേറൊരു ആമസോൺകാർക്ക് ഒരു പോളിസി ഉണ്ട്. 10 രൂപ താഴെയുള്ള സാധനം ഓർഡർ ചെയ്താൽ റിട്ടേൺ ആണെങ്കിൽ നമ്മൾ വെച്ചോളാൻ പറഞ്ഞ പൈസ തരികയും ചെയ്യും. ഒരാൾ അത് വെച്ചാൽ ബിസിനസ് തുടങ്ങി 10 രൂപ. എന്നിട്ട് ഈ സാധനം മുഴുവൻ അവൻ വേറൊരു തൊള്ള വിൽക്കുക. എങ്ങനെയുണ്ട് ആമസോണിലെ വിറ്റ് കാശനാക്കത്. ഇപ്പം ഇത് മനസ്സിലാക്കിയത് ഒരാൾക്ക് തന്നെ റീഫണ്ട് പോകുന്ന പോക്കി എല്ലാം റീഫണ്ട്. അവൻ ഇപ്പൊ അവരുടെ വലിയ ബില്യൺസിന്റെ ഇടപാടായി പോകുന്നത് അവന്. കാരണം 10ന്റെ നമ്മൾ ഒരാളുടെ വേൾഡ് വൈഡ് ഒന്ന് ഓർത്ത് നോക്കിയാൽ $10 താഴെയുള്ള സാധനം ഇന്ത്യയിലാണെങ്കിൽ $10 എന്ന് പറഞ്ഞാൽ രൂപ 800-ൻ്റെയാണ്. അല്ലല്ല, ഇത് അമേരിക്ക തന്നെയാണ് വരുന്നത്. അവരാ പോളിസി റീറൈറ്റ് ചെയ്തു. ഇനി മേലിൽ അത് 1 രൂപ സാധനമാണെങ്കിലും നിങ്ങൾ കൊണ്ട് പോസ്റ്റ് ഓഫീസ് ആണെങ്കിലും കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് റീഫണ്ട് വരത്തുള്ളൂ. ഇതൊന്ന് ഓർത്ത് നോക്കിയാൽ ഒരു ലൂപ്പോടെ നമ്മൾ ഒരു ഉടുപ്പ് മേടിച്ചാൽ അതിനകത്ത് കീറുള്ള വല്ലതും നമ്മൾ അവരോട് പറയും വേണ്ട. അവരും പറയും ഞങ്ങൾക്കും വേണ്ട, നിങ്ങൾ വെച്ചോളാൻ പറയും. അക്സെപ്റ്റ് ചെയ്ത് കാരണം റീഫണ്ട് ഇല്ല. നമ്മൾ പറയുന്ന കഥ കേട്ടു. ഞങ്ങൾ ഹോളിലാൻഡ് ഞാൻ പോയതാണ്. ഞങ്ങൾ കോവിഡിന് മുമ്പ് ഒന്ന് പോയി. നല്ല സമയമായിരുന്നു. നിങ്ങൾ പോയോ? ഞങ്ങളും പോയി. എനിക്ക് ഈ കൊന്ത കണ്ടപ്പോഴാണ്. ഓ, ഇതല്ലേ? ഓ, ഇത് അവിടുത്തെ, ഇത് നാട്ടിലെ നാട് ഹോളിലാൻഡ് ആണല്ലോ. പക്ഷെ നല്ല സമയമായിരുന്നു. അവിടെ പോയാലും വിസിറ്റ് ചെയ്യാൻ പറ്റിയത്. അതെ. പക്ഷെ ഇപ്പൊ ലെബനൻ വാറും ഒക്കെ കാരണം ബുദ്ധിമുട്ടായി. ഇസ്രായേലും ഒന്നുകൂടെ പോകണമെന്ന് ആഗ്രഹമുണ്ടോ? കാരണം ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഒത്തിരി ഈ പറഞ്ഞ പോലെ എല്ലാം റെക്കോർഡ് ചെയ്തോണ്ട് വന്നേ. എന്റെ ഗിംബൽ പിടിച്ച് ഞാൻ ഒത്തിരി റെക്കോർഡ് ചെയ്തോണ്ട് വന്നു. എന്നാലും ഇപ്പോഴും ഇരിക്കുന്നേ ഉള്ളൂ, എഡിറ്റ് ചെയ്തില്ല. എന്റെ ബിസിനസ് കാർഡ് അതിന്റെ ഒരു സൈഡാണ് വെച്ചേക്കുന്നത്. ശരി. ഫോട്ടോഗ്രാഫി ഇലക്ട്രോണിക് ബാക്ക്ഗ്രൗണ്ടും ഇല്ലേ ശനി? അതല്ലേ അതിൻ്റെ അത് ഏറ്റവും ബെസ്റ്റ്. കാരണം ഇതിൻ്റെ അകത്ത് എന്തെല്ലാം സെറ്റപ്പുകളാണ് ഉള്ളതെന്നറിയാമോ ശനി? ഇതൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ലെന്ന് പറഞ്ഞ് അങ്ങ് വിടുകയല്ലേ. നമുക്ക് തീർന്നില്ല, നമുക്ക് ഇവിടെ നിൽക്കാൻ എത്രമാത്രം അതിന് അതർ സൈഡും വന്നടി കണ്ടോ? ഇത് അതർ സൈഡ് താഴുന്നില്ല, വരുന്നുണ്ട്. മറ്റേതോ ഒന്നില്ല, വലുതോ ഇല്ല. ഇവരെന്തോ ടെസ്റ്റ് ചെയ്യുവാന്നോ? ടെസ്റ്റ് ചെയ്യല്ല, അതെ ഇവൻ ചെന്ന് ഇരുന്നിട്ട് വേണം മറ്റവനെ ഒരാൾക്ക് അറിയത്തുള്ളൂ ഈ പണി. ഇവനപ്പുറത്ത് ഓർഡർ ഇടയ്ക്കൊന്ന് നോക്കിയപ്പോഴേ നമുക്ക് കാര്യം മനസ്സിലായി. ഒരു ബോട്ട് ഹാഫ് ലൈനാണ് കേട്ടോ. പക്ഷേ ഇനി അവര് അപ്പുറത്തെ സൈഡ് ഇതൂടെ കയറ്റി വിട്ടിട്ട് വേണം അവനെ താക്കാൻ. ഫുള്ള് ഇതൊക്കെയാ കാണേണ്ടത് കേട്ടോ. പക്ഷേ ഇതിനൊക്കെ പ്രോഗ്രാം വെച്ച് വരണം. ഇതൊരു ടൂർ എടുത്തു കഴിഞ്ഞാൽ ഈ ബിൽഡ് ചെയ്യാൻ പറ്റുള്ള ചരിത്രമല്ല അവരാ പറയാം അതിൻ്റെ അകത്തല്ല. അതെ 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 അടി കൂടെ പോകുന്നേ ഉള്ളൂ. അതെ അവൻ താക്കുന്നുണ്ടോ? ചെയ്യത്തില്ല, കാരണം അതൊക്കെ ഹൈറ്റില്ലേ നിൽക്കുന്നത്. ഇത് ആ ഹൈറ്റൊന്നും താഴത്തില്ല ഷൈനി. ബട്ട് യുനോ ഇതാണ് ആമസോൺ റിട്ടേൺ. ജോയിൻ്റായി മാറുന്നു.
ഓ മറ്റേത് നട അപ്പൊ ഇതൊരു സർട്ടൺ ആംഗിൾ വന്നാൽ അത്രേ ഉള്ളു. അതെ ജോയിൻ ചെയ്യുള്ളൂ കേട്ടോ. അതെ മൊത്തം താഴേക്ക് ഇടുന്നില്ല. അന്നേരം ഒരു ഹാഫ് ആർച്ചാണ് കറക്റ്റ്. ശനി വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് വേണം എനിക്കത് ഷെയർ ചെയ്യാൻ. അല്ല ഞാനതുകൊണ്ട് പ്രത്യേകം എടുക്കുന്നില്ല. ഇതൊന്നും എപ്പോഴും കാണാത്ത ഞാൻ നമ്മള് ജീവിതത്തിൽ നോക്കിയിട്ട് പോവുകയും താഴെ ചെയ്തില്ല. ഭാഗ്യത്തിന് നമുക്ക് നല്ല ഈ മുന്നേ വണ്ടിക്കാരനെ അതെ അതെ അതെ. ആ ബോട്ടുകാർ തിരിച്ചിങ്ങ് പോകുന്നു കേട്ടോ. അല്ല വേറെയാ, അത് വേറെയാ, അതവിടെ തിരിച്ചു വരുന്നതാ. ഇങ്ങനെ വല വന്നോണ്ട് കൊണ്ടിരിക്കുക. ഇത് രണ്ടും കൂടി ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു റബ്ബർ മാറ്റമൊക്കെ ഇടും കണ്ടോണേ. ജോയിൻ ചെയ്യാൻ ആരും കാണാതിരിക്കാൻ വേണ്ടി. രണ്ടും ഒരുപോലെ ആംഗിളിൽ കേട്ടോ. കാരണം 0 ഗ്യാപ്പ് വേണമല്ലോ. ഒരുമിച്ച് വന്നിട്ട് വേണമല്ലോ അതിനെ. കയറ്റുമായിട്ട് റെഡിയാക്കാൻ. ഇത് താണുപോയി, ഇതാണ് പോയി. ഈ വണ്ടിക്കാരൻ എന്താ കാണുന്നു നമ്മുടെ മുന്നേ കിടക്കുന്നു. അതെ അവൻ ഡബിൾ സാർ ഇട്ടിരിക്കുക കേട്ടോ. നമുക്ക് പോകണം കേട്ടോ ലെഫ്റ്റ് ഇട്ട്. അല്ല നമുക്ക് ഡബിൾ ഇല്ല, നമുക്ക് വണ്ടി കേടായി. അവിടെ ബെല്ലടിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് നല്ല കാര്യം. ആരും നമ്മളെ വന്ന് ഓടിക്കുകയില്ല, നമ്മളെ മുന്നേ കിടക്കുന്നവർ പോകുന്നില്ല. നമുക്കിത് കാണാൻ കിട്ടിയ ഒരു അവസരം കിട്ടി. അത് ലെവലായി 0. അത് ഹൊറിസോണ്ടൽ തന്നെയാണ്. ഇനി മറ്റേത് വരും. ആൾക്കാർ വിചാരിക്കും നമ്മൾ എന്ത് വിധത്തിനെ പറ്റി പറയുന്നതെന്ന്. 1 2 3 4 ഇപ്പം ആദ്യത്തെ കാർ വരും. ചങ്ങനാശ്ശേരിയിലൊക്കെയാണ് ഇപ്പം തന്നെ എഡ്ജ് അവിടെ പോയി വെയിറ്റ് ചെയ്തിരിക്കുകയല്ലേ. ഈ ജഗാറയിലൊക്കെ അങ്ങോട്ട് കയറഴിക്കാനിരിക്കും എന്ന് പറയാമോ. റെയിൽവേ ക്രോസ് ചെയ്യുന്ന പോലെ അതെ പോയി കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് ഇത് കൂട്ടി മുട്ടിയില്ലല്ലോ മടി വേണ്ട സാധനം പോയി. അല്ലെ അവിടുന്ന് വരുന്ന ജമ്പി അയച്ചോണ്ട് ഇപ്പൊ ഈ വരും. അതെ അതെ. പക്ഷെ ബോട്ടിന് ഇപ്പോഴും പോകാം കേട്ടോ. വേറെ എന്തോ വലിയ സാധനം പോകാൻ വേണ്ടിയാണ് ഇത് പൊക്കിയത് കേട്ടോ. ഈ ബോട്ടുകൾക്ക് ഇപ്പോഴും പോവാം. അതെ അതെ ടച്ചായി കേട്ടോ. അതെ അതെ ആ അതെ സിഗ്നൽ വരും, വണ്ടി പോകാൻ തുടങ്ങും കേട്ടോ. ഞാനത് ഫ്രെയിം മാറിപ്പോയായിരുന്നു. അല്ല റെക്കോർഡാകുന്നുണ്ട്. അല്ല ഓ ഫ്രെയിം ഇച്ചിരി വലുതായപ്പോൾ അത് കാണും ചിലപ്പോൾ ഇതിൻ്റെ അത്. ആദ്യത്തെ ആൾ വരാനുള്ള ശ്രമമായെന്ന് തോന്നുന്നു. അവിടുന്ന് പൊക്കി കേട്ടോ. അതിന്റെ റെയിൽ ഇത് പൊക്കിയല്ലേ. അതെ ആ അതെ 1 2 3 പോയി. ആൾക്കാർ നടക്കുന്നവർ വന്നു കഴിഞ്ഞു. വന്നു അല്ല കാറും വന്നു. വണ്ടി വന്നു. നമ്മൾ ലെഫ്റ്റ് ട്രാക്കിലോട്ട് എടുത്തു കേട്ടോ. ഇവനെ ഇവിടെ ലോഡ് ഇറക്കുക. കാറുകാർ കയറി നമ്മുടെ അല്ലല്ല അവനല്ല, അവരങ്ങോട്ട് പോകാൻ നിൽക്കുന്നവരാ കേട്ടോ. ഓ ഇത് തുറക്കാൻ നിൽക്കുന്നവരായിരുന്നല്ലേ. നമുക്ക് അങ്ങോട്ടാണോ പോണ്ടേ? അല്ല ഓ ഇത് ഇപ്പം കണ്ട ആരെങ്കിലും പറയും ഇവിടെ ബ്രിഡ്ജ് ഇങ്ങനെ ആയിരുന്നെന്ന്. അത് കണ്ടോ പോക്കി കൂടെ ആയിരുന്നു സംസാരം കേട്ടോ. ഇവനാ മെയിൻ പുള്ളി. അവൻ പൊക്കന്ന് നീ കാറ് പോകുമ്പോ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി ഇപ്പൊ ഇസ്രായേൽ ലെബനോൺ വണ്ടി കൂടെ നോക്കിട്ടോ കൂടെ. അതെ പൊട്ടുവോ? അയ്യോ കൊള്ളാം. എന്താ പരിപാടിയാ ഇസ്രായേലിനെ സത്യം പറഞ്ഞാൽ ലോകത്തിനെല്ലാം ഇപ്പൊ ഒരു ഇതായിപ്പോയി. ഇലക്ട്രോണിക്സിന്റെ ഏകറിനകത്ത് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ മാറിക്കഴിഞ്ഞു. ഈ പാലങ്ങളെല്ലാം ആ ടൈപ്പാണ് കേട്ടോ. വാ ഗവൺമെന്റ് ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. അതെ അതെ. മെക്ഡോണൾഡ്സിന്റെ ആസ്ഥാനം ഷിക്കാഗോ ആയിട്ട് ആണേ. മെക്ഡോണൾഡ്സ് അത് ഞങ്ങളുടെ വീടിനടുത്ത് ഓക്ബ്രൂക്ക്. അവിടെ ഡെസ്പ്രൈൻസ് പറയുന്ന സ്ഥലത്ത് ആദ്യത്തെ ഫസ്റ്റ് മെക്ഡോണൾഡ് അവർ മെക്ഡോണൾഡ്സിന്റെ ഓഫീസാണ് ഞങ്ങളുടെ അടുത്ത് ഓക്ബ്രൂക്ക് എന്ന് പറയുന്നത്. ഒരു വേൾഡ് വൈഡ് ഇതായി യുനോ. റഷ്യ പോലും മാക്ഡൊണാൾഡ്സ് തന്നെയാണ്.
1 മണി നമുക്ക് ഷിക്കാഗോ ടൂറിസ്റ്റ് സിറ്റി ഇങ്ങനെ അകം മിക്കവാറും എല്ലാം വെളിയിലാണ് കഴിഞ്ഞു പോയേക്കാം കേട്ടോ. ഇനി ലേക്ക് ഷോറിൽ നിന്ന് അപ്പുറത്തോട്ട് പോയാലും ഇതുപോലെ നമുക്ക് മനസ്സിലായി. പ്രത്യേകിച്ചൊന്നും ഇല്ല. അവിടെ നമ്മുടെ ലൂത്തറൻ സെമിനാരി എന്ന് പറയുന്നതൊക്കെ ഉള്ളു നമുക്ക് പോകാൻ പറ്റിയില്ല. ഈ സെൻറ്ററിൽ കൂടി ഈ റിവറുള്ള വലിയൊരു അട്രാക്ഷനായി വീട് യുനോ. ഇതിന് മിച്ചിഗൺ റിവർ എന്നാണ് പറയുന്നല്ലേ? അല്ലല്ല, അല്ല, ഇത് ചിക്കാഗോ റിവർ. ചിക്കാഗോ റിവർ ലേക്കാ മിഷിഗൺ ലേക്ക് അല്ലേ? ഓ, നിങ്ങൾ മിഷിഗണുമായിട്ടുള്ള ബോർഡറാണോ ആ ലേക്ക്? മിഷിഗൺ ബോർഡർ അല്ലേ? അവർക്ക് ഈ ലേക്കിൻ്റെ എഡ്ജ് ഉണ്ടല്ലേ? അപ്പോൾ ഇത് അവിടെ ഉണ്ട് ഒരു ഹാഫ് ബ്രിഡ്ജ് പൊക്കി നിർത്തിയിരിക്കും. Thus we have ended the downtown half tour. Let's see another one.